19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും വളരെയേറെ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നവരാണ് അന്ന് ജീവിച്ചിരുന്ന സ്ത്രീകൾ. സ്ത്രീകളെപ്പോലെ ലോകചരിത്രത്തിൽ വേട്ടയാടപ്പെട്ട മറ്റൊരു വിഭാഗം ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. ആധുനിക ലോകത്ത് ഇതിനെല്ലാം നിരവധി മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഇന്നും ഇതല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നതും സ്ത്രീകൾ തന്നെയാണ്. എന്നാൽ അക്കാലങ്ങളിൽ വളരെ ക്രൂരവും പൈശാചികവുമായ ശിക്ഷാരീതികളാണ് സ്ത്രീകളിൽ പലപ്പോഴും നടത്തിക്കൊണ്ടിരുന്നത്. സ്ത്രീകൾക്കു വേണ്ടി മാത്രമല്ല, മനുഷ്യനെ തന്നെ ഇല്ലാതാക്കാനായി നിരവധി കണ്ടുപിടുത്തങ്ങൾ അക്കാലത്ത് നടന്നിരുന്നു. രണ്ടാം ലോക മഹായുദ്ധകാലത്തെ പലതരം സംവിധാനങ്ങളും അവയ്ക്കുദാഹരണങ്ങളാണ്. ഇത്തരത്തിൽ മനുഷ്യനെ ക്രൂശിക്കാൻ നിരവധി ശിക്ഷാരീതികളുണ്ടെങ്കിലും അവയിൽ ചില രീതികളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത്. കൂടുതലായും അക്കാലങ്ങളിൽ വ്യഭിചാരം, മന്ത്രവാദം, അതുപോലെ തന്നെ സിംഗിൾ മദറായിരിക്കുന്നവരെ, ദൈവനിന്ദ കാണിക്കുന്നവരെയൊക്കെയാണ് ഇത്തരത്തിൽ ക്രൂശിക്കപ്പെട്ടിരുന്നത്. അതിൽ ആദ്യത്തേതാണ് റൈഡിംഗ് ഓൺ എ വുഡൻ ഹോഴ്സ്. മധ്യകാലഘട്ടത്ത് യൂറോപ്പിലും സ്പെയിനിലുമൊക്കെ നിലനിന്നിരുന്ന മൃഗീയമായ ഒരു പണിഷ്മെന്റായിരുന്നു റൈഡിംഗ് ഓൺ എ വുഡൻ ഹോഴ്സ്. ചരിത്രത്തിൽ ഏറ്റവും ക്രൂരമായൊരു ശിക്ഷാരീതിയായിട്ടാണ് ഇതിനെ അറിയപ്പെടുന്നതും. ആദ്യകാലങ്ങളിൽ ഫ്രാൻസിലാണിത് ആരംഭിച്ചതെങ്കിലും പിന്നീട് സ്പെയിൻ, ജർമ്മനി എന്നിവിടങ്ങളിലും ഇത് നടപ്പിലാക്കിയിരുന്നു. വ്യഭിചാരക്കുറ്റത്തിന് പിടിക്കപ്പെടുന്ന സ്ത്രീകളെ ശിക്ഷിക്കാനാണിത് ഉപയോഗപ്പെടുത്തിയിരുന്നത്. മരം കൊണ്ടുള്ള ഒരു കുതിര നിർമ്മിച്ച ശേഷം കുറ്റാരോപിതയായ സ്ത്രീയെ കൈകളും കാലുകളും ബന്ധിച്ച് ഇതിൽ കയറ്റിയിരുത്തും. ഈ കുതിരയുടെ ഒരു പ്രത്യേകത എന്തെന്നാൽ അതിനു പുറത്തായി ഒരു മരക്കുറ്റി ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. കുറ്റാരോപിതയായ ഈ സ്ത്രീ അതിനു മുകളിൽ ഇരിക്കുന്നതോടെ കുതിര ഓടാൻ തുടങ്ങും. അതായത് നിൽക്കുന്നിടത്തു തന്നെ അത് അനങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ സ്വാഭാവികമായും ആ മരക്കുറ്റി ഈ സ്ത്രീയുടെ രഹസ്യഭാഗങ്ങൾ മുറിക്കപ്പെടുകയും അതികഠിനമായ വേദന അനുഭവിച്ച് ഈ സ്ത്രീ ഒന്നല്ലെങ്കിൽ മരിക്കുകയോ അല്ലെങ്കിൽ ജീവച്ഛവമായി മാറുകയോ ചെയ്യുന്നു. നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാനാകാത്തത്ര വേദനയിലൂടെയായിരിക്കും ഈ ഓരോ സ്ത്രീകളും കടന്നു പോയിട്ടുണ്ടായിരിക്കുക. അടുത്ത ശിക്ഷാരീതിയാണ് ബ്രസ്റ്റ് റിപ്പർ. ഇതും വ്യഭിചാര കുറ്റത്തിനായി ഉപയോഗപ്പെടുത്തിയിരുന്ന ഒന്നായിരുന്നു. എന്നാൽ ഇത്തരം കുറ്റങ്ങളിലെ മറ്റൊരു യാഥാർത്ഥ്യമെന്തെന്നാൽ ഇത് വ്യാജമായ ആരോപണങ്ങളാണെങ്കിൽ പോലും സ്ത്രീകൾ ശിക്ഷിക്കപ്പെട്ടിരുന്നു എന്നതാണ്. അതായത് നമുക്കൊരു സ്ത്രീയോട് വൈരാഗ്യമോ ദേഷ്യമോ ഉണ്ടെങ്കിൽ ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുന്നത് വഴി സ്ത്രീകൾ കുറ്റക്കാരികളായി മുദ്രകുത്തപ്പെട്ടിരുന്നു. ബ്രസ്റ്റ് റിപ്പർ എന്ന ഈ ശിക്ഷാരീതി പേര് പോലെ തന്നെ സ്ത്രീകളുടെ സ്തനങ്ങൾ കീറാനായി രൂപകൽപ്പന ചെയ്ത ഒരു ഉപകരണമാണ്. ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച ഈ ഉപകരണത്തിന് 4 നഖങ്ങളുണ്ട്. ഈ നഖങ്ങൾ ഉപയോഗിച്ചാണ് ഈ സ്ത്രീകളുടെ സ്തനങ്ങൾ ഛേദിക്കപ്പെട്ടിരുന്നത്. മാത്രമല്ല ഇത് ചൂടാക്കിയാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. ഒരു ഇരുമ്പ് ചൂടാക്കി നമ്മുടെ ശരീരത്തിൽ വെച്ചാലുള്ള അവസ്ഥ എന്താണെന്ന് നമുക്ക് ഊഹിക്കാനാകും. ഇത്തരം ശിക്ഷാരീതികൾ കൂടുതലായും പുരാതന റോമിലാണ് നടപ്പിലാക്കിയിരുന്നത്. യൂറോപ്പിലും നോർത്ത് അമേരിക്കയിലും നിലനിന്നിരുന്ന മറ്റൊരു ശിക്ഷാരീതിയായിരുന്നു ബേണിംഗ് വിച്ചസ്. പേരുപോലെ തന്നെ മന്ത്രവാദത്തിൽ പിടിക്കപ്പെടുന്നവരെയാണ് ഇത്തരത്തിൽ ശിക്ഷിക്കപ്പെട്ടിരുന്നത്. അക്കാലഘട്ടങ്ങളിൽ 35,000 മുതൽ 60,000 ആളുകളെ വരെ ഈ മന്ത്രവാദ കുറ്റം ചുമത്തി കൊലപ്പെടുത്തിയിട്ടുള്ളതായി ചരിത്രരേഖകളിൽ പറയുന്നു. 18-ാം നൂറ്റാണ്ട് വരെയും ഈ ശിക്ഷാരീതി നിലനിന്നിരുന്നു. എന്നാൽ ഈ ശിക്ഷാരീതി സ്ത്രീക്കും പുരുഷനും നടപ്പിലാക്കിയിരുന്നു. മന്ത്രവാദത്തിന് പിടിക്കപ്പെട്ട ആളെ വിവസ്ത്രയാക്കിയ ശേഷം ജീവനോടെ കത്തിച്ചു കളയുന്ന രീതിയായിരുന്നു അത്. ഇത് മന്ത്രവാദ കാര്യങ്ങളിൽ മാത്രമായിരുന്നില്ല, പൊതുവെ കോമണായ മനുഷ്യനെ ശിക്ഷിച്ചിരുന്ന ഒരു രീതിയായിരുന്നു ഈ കത്തിക്കൽ. കൂടാതെ അന്നൊക്കെ സിംഗിൾ മദർ ആയിരിക്കുക എന്നത് ഒരു പാപമായി കണ്ടിരുന്ന ഒരു സമൂഹമായതുകൊണ്ട് തന്നെ അത്തരം സ്ത്രീകളും ഈ ശിക്ഷയ്ക്ക് വിധേയമായിട്ടുള്ളതായി ചരിത്രം പറയുന്നു. കൂടാതെ ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞരെ പോലും ശിക്ഷിച്ചിരുന്നത് ഇത്തരത്തിൽ കത്തിച്ചായിരുന്നു. അതായത് കത്തിച്ചു കളയുക എന്ന ശിക്ഷാരീതി പൊതുവെ എല്ലാ മേഖലകളിലും നടപ്പിലാക്കിയിരുന്നെങ്കിലും മന്ത്രവാദ കാര്യങ്ങളിൽ പ്രത്യേകമായ ഒരു നിയമം തന്നെ ഉണ്ടായിരുന്നു. അടുത്തൊരു ശിക്ഷാരീതിയായിരുന്നു സ്റ്റോണിംഗ് ടു ഡെത്ത്. ഇത് 2 തരത്തിലാണ് പൊതുവെ നടപ്പിലാക്കിയിരുന്നത്. കുറ്റാരോപിതയായ സ്ത്രീയെ ആൾക്കൂട്ടം കല്ലെറിഞ്ഞു കൊല്ലുന്ന ഒരു രീതിയായിരുന്നു ഇത്. എന്നാൽ ചിലയിടങ്ങളിൽ അവരുടെ ശരീരം മുഴുവൻ മണ്ണിനടിയിലാക്കി കുഴിച്ചിട്ട് തലമാത്രം പുറത്താക്കി കല്ലെറിഞ്ഞായിരുന്നു ശിക്ഷ നടപ്പിലാക്കിയിരുന്നത്. 1979 ഇറാനിലെ വിപ്ലവത്തിനു ശേഷം ഈ ഒരു ശിക്ഷാരീതി അവിടെ പ്രാബല്യത്തിൽ വന്നിരുന്നു. തുടർന്ന് 10 വർഷത്തിലേറെ കാലം ഈ നിയമം അവിടെ നടപ്പിലാക്കുകയും ചെയ്തു. ഹോദജ ബാരിക് എന്ന 22 വയസ്സുള്ള ഒരു ഇറാനിയൻ യുവതി ഒരാളുമായി പ്രണയത്തിലായി. എന്നാൽ അയാളുടെ വീട്ടുകാർ വിവാഹത്തിനു സമ്മതിച്ചില്ല. തുടർന്ന് അയാൾ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചെങ്കിലും ഹോദയുമായുള്ള ബന്ധം രഹസ്യമായി തുടർന്നു പോന്നു. എന്നാൽ അവളൊടുവിൽ പിടിക്കപ്പെട്ടതോടെ അവളുടെ വിർജിനിറ്റിയെക്കുറിച്ചായി ഇറാൻ സർക്കാരിന്റെ ചിന്ത.
ഒടുവിൽ ടെസ്റ്റ് നടത്തി അവൾ വിർജിൻ അല്ലെന്നു തെളിഞ്ഞതോടെ അവളെ കല്ലെറിഞ്ഞു കൊല്ലാൻ ഉത്തരവും വന്നു. അതോടെ നിവൃത്തിയില്ലാതെ അവൾക്ക് തുർക്കിയിലേക്ക് നാടുവിടേണ്ടി വന്നു. എന്നാൽ തുർക്കി അവളോട് തിരിച്ച് ഇറാനിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടതോടെ അവൾ യൂറോപ്യൻ ഹ്യൂമൻ റൈറ്റ്സ് കോർട്ടിനെ സമീപിക്കുകയും തുർക്കിയിൽ തന്നെ അവൾക്ക് താമസിക്കാനുള്ള അനുമതി ലഭിക്കുകയും ചെയ്തു. ഈ കേസിലെ ഒരു പ്രത്യേകത എന്തെന്നാൽ ഇവിടെ രണ്ടുപേരും ഇൻവോൾവ് ആണെങ്കിലും ക്രൂശിക്കപ്പെടുന്നത് സ്ത്രീയാണെന്നു മാത്രം. ചൈനയിലും യൂറോപ്പിലും വ്യാപകമായി നിലനിന്നിരുന്ന ഒരു ശിക്ഷാരീതിയായിരുന്നു ഹാൻഡ് ക്ലാമ്പർ. വ്യഭിചാരക്കുറ്റം ആരോപിക്കപ്പെടുന്ന സ്ത്രീകളുടെ കൈകൾ ഈ ചിത്രത്തിലേതുപോലുള്ള ഉപകരണത്തിനുള്ളിലായി വയ്ക്കും. കൈവച്ചു കഴിഞ്ഞാൽ ഇതിലെ കയറുകൾ വലിഞ്ഞു മുറുങ്ങാൻ തുടങ്ങും. വേദന കൊണ്ട് പുളയുന്ന ഈ സ്ത്രീ ബോധം കെട്ടുപോകുകയാണെങ്കിൽ വെള്ളം മുഖത്തൊഴിച്ച് അവളെ ഉണർത്തി വീണ്ടും ഇത് തുടർന്നുകൊണ്ടിരിക്കും. ഇത് ചിലപ്പോൾ ഏതാനും മണിക്കൂറുകളോ ദിവസങ്ങളോ നീണ്ടുപോകും. ഹാൻഡ് ക്ലാമ്പർ എന്ന ഈ ശിക്ഷാരീതിയുടെ മറ്റൊരു വേഷനായിരുന്നു നീ സ്പ്ലിറ്റർ. ഇവിടെ കൈവിരലുകൾക്ക് പകരം കാൽവിരലുകളായിരുന്നു ഈ യന്ത്രത്തിനുള്ളിൽ കയറ്റിവെച്ചിരുന്നത്. ഇത് കാൽപാദം അറ്റുപോകുന്നതിനു വരെ കാരണമായി തീരാറുമുണ്ട്. അടുത്തൊരു ശിക്ഷാരീതിയായിരുന്നു വെർജിൻ ചേംബർ. ഇത് കൂടുതലായും രാജാക്കന്മാർ തങ്ങളുടെ അടിമ സ്ത്രീകളിൽ ഉപയോഗിച്ചിരുന്ന ഒരു തരം ടോർച്ചർ സംവിധാനമായിരുന്നു. അതായത് തങ്ങൾക്ക് വഴങ്ങാത്ത സ്ത്രീകളുടെ മേലാണ് ഇത് കൂടുതലായും ഉപയോഗപ്പെടുത്തിയിരുന്നത്. ഈ പെട്ടിയുടെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ഇതിനുള്ളിൽ നിറയെ ഇരുമ്പ് കൊണ്ടുള്ള മുള്ളുകൾ ഉണ്ടായിരിക്കും. കുറ്റാരോപിതയായ സ്ത്രീയെ ഈ പെട്ടിക്കുള്ളിൽ കിടത്തും. തുടർന്ന് ഈ ചേംബറിന്റെ വാതിലടയ്ക്കപ്പെടും. പിന്നീടുള്ള അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതിലപ്പുറമായിരിക്കും. അങ്ങനെ വേദന കൊണ്ട് പുളഞ്ഞ് ആ സ്ത്രീ അതിൽ കിടന്ന് മരിക്കുകയും ചെയ്യും. നമ്പർ 7 വിർജിൻ ബെൽറ്റ്. ഇതൊരു ശിക്ഷാരീതിയാണെന്ന് നമുക്ക് പറയാനാകില്ല. കാരണം ഇത് ഓരോ കുടുംബത്തിലും നിലനിന്നിരുന്ന ഒരു സംവിധാനമാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് സ്ത്രീ സംരക്ഷണം എന്നൊക്കെയാണ് ഈ ബെൽറ്റ് അറിയപ്പെട്ടിരുന്നത്. ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച ഈ ഒരു ഉപകരണം അന്നത്തെ പുരുഷന്മാർ തങ്ങളുടെ ഭാര്യമാരെ ധരിപ്പിച്ചിരുന്നു. കൂടുതലായും വീട്ടിൽ നിന്നും പുറത്തു പോകുന്ന പുരുഷന്മാർ തന്റെ ഭാര്യ മറ്റൊരു പുരുഷനുമായി എന്തെങ്കിലും തരത്തിൽ റിലേഷൻ ഉണ്ടാകുമോ എന്ന് ഭയന്ന് സ്ത്രീകളെ കൊണ്ട് നിർബന്ധിച്ച് ധരിപ്പിക്കുന്നതാണ് ഈ ബെൽറ്റ്. അക്കാലങ്ങളിലൊക്കെ മറ്റൊരു പുരുഷനോട് സംസാരിക്കാൻ പോലും ചില ഇടങ്ങളിൽ സ്ത്രീകൾക്ക് വിലക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഭാര്യയെ സംശയം തോന്നുന്നവരെല്ലാം തന്നെ ഇത് അവരെ കൊണ്ട് ധരിപ്പിക്കുമായിരുന്നു. യുദ്ധത്തിനൊക്കെ പോകുന്ന പട്ടാളക്കാരനൊക്കെയാണെങ്കിൽ കുറെ കഴിഞ്ഞേ തിരിച്ചു വരികയുള്ളൂ. അത്തരം സാഹചര്യങ്ങളിലാണ് ഇത് കൂടുതലായും ഉപയോഗപ്പെടുത്തിയിരുന്നത്. പക്ഷേ ഇത് സ്ത്രീകൾക്കുണ്ടാക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ ഏറെയായിരുന്നു. പക്ഷേ അനുസരിക്കാതെ വേറൊരു നിവൃത്തിയും അവർക്കുണ്ടായിരുന്നില്ല. ഇത്തരത്തിൽ എണ്ണിയാൽ തീരാത്തത്ര നിരവധി ശിക്ഷാരീതികൾ ലോകമെമ്പാടും അന്ന് നിലനിന്നിരുന്നു. കൂടുതലായും വ്യഭിചാരക്കുറ്റം ചുമത്തിയാണ് സ്ത്രീകൾ ശിക്ഷിക്കപ്പെട്ടിരുന്നതും. പക്ഷേ ഇതിലെ മറ്റൊരു വിരോധാഭാസം എന്തെന്നാൽ ഇത്തരം കേസുകളിൽ കൂടുതലായും സ്ത്രീകൾ മാത്രമേ കുറ്റക്കാരിയാകുന്നുള്ളൂ എന്നതാണ്. ഇത്തരത്തിൽ നിരവധി സ്ത്രീകളാണെന്ന് കൊടിയ പീഡനങ്ങൾ അനുഭവിച്ച് മരിച്ചു വീണത്. ഇതൊക്കെ കേട്ടുകഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഇതൊക്കെ ആ കാലഘട്ടത്തിലല്ലേ എന്ന്. ഇപ്പോ അങ്ങനെയൊന്നും ഇല്ലല്ലോ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടാകാം. എന്നാൽ ഇപ്പോഴും പല ഗോത്രവിഭാഗങ്ങളിലും വിചിത്രമായ നിരവധി ശിക്ഷാരീതികൾ സ്ത്രീകൾക്കെതിരെ മനുഷ്യർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചില ആഫ്രിക്കൻ ഗോത്രങ്ങളിലെ സ്ത്രീകൾ നേരിടുന്ന ക്രൂരതകൾ വളരെയേറെ നമ്മെ അസ്വസ്ഥമാക്കാറുമുണ്ട്. അവയിൽ എടുത്തു പറയേണ്ട ഒന്നാണ് പെൺകുട്ടികളുടെ സ്വകാര്യ ഭാഗങ്ങൾ മുറിച്ച് വികൃതമാക്കുന്നത്. ഇന്നും അത് നടന്നുകൊണ്ടിരിക്കുന്നുവെന്നത് തീർത്തും വേദനാജനകമാണ്. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത് എന്തെന്നാൽ എല്ലാ കാലത്തും ഇത് നടക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യമാണ്. കാലങ്ങൾക്കനുസരിച്ച് അതിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടെന്ന് മാത്രം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, മനുഷ്യനുള്ള കാലത്തോളം ഭൂമിയുടെ ഏതെങ്കിലും ഒരു കോണിലെങ്കിലും ഇത്തരം ക്രൂരവും വിചിത്രവുമായ രീതികൾ നിലനിൽക്കുക തന്നെ ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.